മക്കളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, വായിക്കാം കണ്ടെത്താം. പറമ്പിൻ്റെ അരികിലെ ഒരു ചെറിയ മാമ്പഴ മരത്തിൽ മീനു എന്ന കുഞ്ഞു പക്ഷി താമസിച്ചു വരികയായിരുന്നു. എല്ലാ പ്രഭാതവും അത് ചിറകു വീശി പറന്ന് പറമ്പ് ചുറ്റി സന്തോഷത്തോടെ പാട്ടുപാടും. ഒരു ദിവസം ശക്തമായ കാറ്റിൽ ഒരു പച്ച മാമ്പഴം താഴെ വീണു. അത് കണ്ട മീനു അതിൻ്റെ അടുത്തേക്ക് ചെന്നു. മാമ്പഴം ഇനിയും പച്ചയായതിനാൽ അതിന് കഴിക്കാനായില്ല. മീനു അതിൻ്റെ അടുത്ത് സ്പർശിച്ച് പറഞ്ഞു, നീ വളരട്ടെ, ഞാൻ വീണ്ടും വരാം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മാമ്പഴം മധുരമായി പച്ച മാറി മഞ്ഞയായി. മീനു വീണ്ടും എത്തിയപ്പോൾ മരവും മാമ്പഴവും മീനുവിനെ നോക്കി പുഞ്ചിരിച്ചു. മീനു സന്തോഷത്തോടെ മാമ്പഴം കൊത്തി കഴിച്ചു. പാരഗ്രാഫ് വായിച്ചല്ലോ. ഇനിതാ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്, അതിന് ഉത്തരം കണ്ടെത്താം. അതിലൊന്നാമത്തെ ചോദ്യം, മീനു എവിടെയാണ് താമസിച്ചിരുന്നത്? പറമ്പിൻ്റെ അരികിലെ ഒരു ചെറിയ മാമ്പഴ മരത്തിൽ. 2, മീനു ഓരോ പ്രഭാതവും എന്തു ചെയ്യും? ആൻസർ, ചിറകു വീശി പറന്ന് പറമ്പ് ചുറ്റി സന്തോഷത്തോടെ പാട്ടുപാടും. ആദ്യമായി കണ്ടപ്പോൾ മീനുവിന് എന്തുകൊണ്ട് മാമ്പഴം കഴിക്കാനായില്ല? മാമ്പഴം പച്ചയായതിനാലാണ് അല്ലേ. 4, പച്ച മാമ്പഴത്തോട് മീനു നീ വളരട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മാമ്പഴം പഴുക്കാൻ വേണ്ടി അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? മാമ്പഴം മധുരമായി മാറാൻ വേണ്ടി. 5, ഈ കഥയ്ക്ക് ഒരു പുതിയ ശീർഷകം നൽകൂ. ഞാനിവിടെ നൽകിയിട്ടുള്ളത് മീനു പക്ഷിയും മാമ്പഴവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഡയറി കുറിപ്പ് തയ്യാറാക്കാം. അനുവിൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരു വലിയ മൈതാനമുണ്ട്. എല്ലാ വൈകുന്നേരങ്ങളിലും അനുവും കൂട്ടുകാരും അവിടെ കളിക്കുമായിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങളായി യുദ്ധഭീഷണി മൂലം ആരെയും പുറത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. ഒരു രാത്രി ആകാശം മുഴുവനും വലിയ ശബ്ദത്തോടെ വിമാനം പറക്കുന്ന ശബ്ദം അനുഭവപ്പെട്ടു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അച്ഛൻ ഭയപ്പെടാതിരിക്കാൻ അവളുടെ കൈ പിടിച്ചു. സൈനികർ നമ്മെ കാക്കാൻ ജാഗരൂകരായിരിക്കുന്നു, അച്ഛൻ പറഞ്ഞു. അന്ന് രാത്രി അനുവിന് ഉറങ്ങാൻ പറ്റിയില്ല. അന്ന് അവൾ എഴുതാൻ ഇടയുള്ള ഡയറി തയ്യാറാക്കുക. ഡയറി എഴുതുമ്പോൾ മുകളിലായിട്ട് ഡയറി എന്ന് ഹെഡിങ് നൽകുക. അതിന് താഴെ ഇതുപോലെ ഡേറ്റ് എഴുതണം, ദിവസം എഴുതണം. ഡയറി എഴുതുമ്പോൾ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക്, എൻ്റെ അങ്ങനെയാണ് എഴുതേണ്ടത്. അവളുടെ, അവൻ്റെ അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. ഇവിടെ ഞാൻ ചെറുതായിട്ട് നോട്ട്സ് നൽകിയിട്ടുണ്ട്, മക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. മക്കളൊന്ന് എഴുതി നോക്കണേ. ഇന്ന് എനിക്ക് മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ന് കളിക്കാൻ പോയില്ല. എല്ലായിടത്തും യുദ്ധഭീഷണിയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. രാത്രി ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ആകാശത്തിൽ വലിയ ശബ്ദത്തോടെ വിമാനങ്ങൾ പറക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കി. എനിക്കാകെ ഭയമായി. ഞാൻ ഭയപ്പെടാതിരിക്കാൻ അച്ഛൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സൈനികർ നമ്മെ കാക്കാൻ ജാഗരൂകരായിരിക്കുകയാണ്. യുദ്ധഭീഷണി ഉണ്ടായാൽ രാജ്യത്തെ രക്ഷിക്കുന്നത് പട്ടാളക്കാർ ആണെന്ന് ടീച്ചർ പറഞ്ഞു തന്നത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഉറങ്ങാൻ കിടന്നെങ്കിലും എനിക്ക് ഉറക്കം വന്നില്ല. ഡയറി എഴുതാത്ത കാര്യം അപ്പോഴാണ് ഓർത്തത്. മനസ്സിൽ ഭയമുണ്ടെങ്കിലും ഡയറി എഴുതി. നാളെ നേരം പുലരുമ്പോൾ എല്ലാം ശരിയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താം അല്ലേ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, കത്ത് തയ്യാറാക്കാം. കാന്താരിക്കുട്ടിയും കൂട്ടുകാരും എന്ന പാഠഭാഗത്ത് മത്തങ്ങ കാന്താരിക്ക് എഴുതിയ കത്ത് കൂട്ടുകാർ വായിച്ചില്ലേ? കത്ത് കിട്ടിയ കാന്താരി തീർച്ചയായും അഖിലലോക പഴംപച്ചക്കറി സഭാ സെക്രട്ടറി മത്തങ്ങയ്ക്ക് മറുപടി നൽകിയിട്ടുണ്ടാവും. കാന്താരിക്ക് വേണ്ടി മറുപടി കത്തെഴുതൂ. ഇവിടെ മറുപടി കത്താണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്കൊന്ന് എഴുതി നോക്കാം. കത്ത്, ഡയറി, പത്രവാർത്ത, നോട്ടീസ്, ദൃക്സാക്ഷി വിവരണം, TV റിപ്പോർട്ട്, കവിതാ രചന പരിചയക്കുറിപ്പ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. മക്കൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി പോയി കാണുക കേട്ടോ. നമ്മൾ മറുപടി കത്താണ് എഴുതുന്നത് അല്ലേ. മുകളിലായിട്ട് അഡ്രസ്സ് നൽകണം. ഈ ഭാഗത്തായിട്ട് ആർക്കാണോ അയക്കുന്നത് അവരുടെ വിലാസമാണ് നൽകേണ്ടത്. മത്തങ്ങ, ആലുമൂട് ചന്ത. ഇതുപോലെ വലത്ത് സൈഡിൽ ആരാണോ കത്തെഴുതുന്നത് അവരുടെ വിലാസം നൽകേണ്ടത്. കാന്താരി, കാന്താരിവട്ടം, കക്കരിത്തോട്ടം. ഡേറ്റ് നൽകിയിട്ടുണ്ട് 2/10/2025. ഇവിടെ നമ്മൾ അഖിലലോക പഴംപച്ചക്കറി സമ്മേളനം നടക്കുന്നതിന് മുമ്പാണ് മറുപടി കത്തെഴുതേണ്ടത്. അപ്പോൾ ഡേറ്റ് നമുക്ക് 2/10/2025 നൽകാം. ഇനി ഇതുപോലെ പ്രിയപ്പെട്ട മത്തങ്ങ ചേട്ട എന്നെഴുതണം. നമ്മൾ സാധാരണ കത്തെഴുതുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, പ്രിയപ്പെട്ട കൂട്ടുകാരന് എന്നൊക്കെയാണ് എഴുതി ചേർക്കുക അല്ലേ. അപ്പോൾ നമ്മൾ മത്തങ്ങക്ക് മറുപടി നൽകുകയാണ്. ചേട്ടൻ അയച്ച കത്തു കിട്ടി. വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ മത്തങ്ങ ചേട്ടന് മറുപടി അയക്കുന്നത്.
അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനത്തിൽ പ്രസംഗിക്കുവാൻ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി ആദ്യമേ അറിയിക്കട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ മികച്ച രീതിയിൽ പ്രസംഗിക്കുവാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ഞാൻ പരമാവധി ശ്രമിക്കാം. അടുത്ത പാരഗ്രാഫായിട്ടാണ് നൽകേണ്ടത്. ഞാൻ കാലത്ത് 5 മണിക്കു തന്നെ ചന്തയിൽ എത്തിച്ചേരാം. 6-ാം തീയതി നേരിൽ കാണാം. ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്. താങ്കളുടെ സഹോദരി കാന്താരി, കക്കരിത്തോട്ടം. വരികൾ കൂട്ടിച്ചേർക്കാം. ആകാശത്തമ്പിളി മാമനെ കണ്ടില്ല, കൂരിരുൾ മുറ്റിയ മുകിലു മാത്രം. പെട്ടെന്നൊരൊച്ചയും മിന്നലും കണ്ടു, ഞാനമ്മയെ കെട്ടിപ്പിടിച്ചു നിന്നു. ഇനി അടുത്ത വരി എങ്ങനെ നൽകാം? ആകാശത്തു നക്ഷത്രങ്ങളെ കണ്ടില്ല, കൂരിരുൾ മുറ്റിയ മുകിലു മാത്രം. മുകിൽ എന്ന് പറഞ്ഞാൽ മേഘാണ് കേട്ടോ. പെട്ടെന്ന് മഴയും കാറ്റും കണ്ടു, ഞാനമ്മയെ കെട്ടിപ്പിടിച്ചു നിന്നു. ഇത് മക്കളൊന്ന് എഴുതി നോക്കണം കേട്ടോ. നെക്സ്റ്റ് 4, നോട്ടീസ് തയ്യാറാക്കാം. അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ കാന്താരിക്കുട്ടിയെ ക്ഷണിച്ചുകൊണ്ട് മത്തങ്ങ കത്തയച്ചു. മറ്റുള്ള പച്ചക്കറികളെ ക്ഷണിക്കാനുള്ള നോട്ടീസ് തയ്യാറാക്കാൻ മത്തങ്ങയെ സഹായിക്കൂ. മുകളിലായിട്ട് നോട്ടീസ് എന്നെഴുതാം. അതിന് താഴെയായിട്ട് ഒരു ഹെഡിങ് നൽകണം. നമുക്ക് ചോദ്യം തന്നിട്ടുള്ളത് അഖില ലോക പഴം പച്ചക്കറി സമ്മേളനമാണ്. ചോദ്യം എന്താണോ തന്നിട്ടുള്ളത് അതാണ് നൽകേണ്ടത് കേട്ടോ. അതിന് താഴെയായിട്ട് സ്ഥലം, ഡേറ്റ്. സ്ഥലത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ടെങ്കിൽ പേര് എഴുതാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആലുമൂട് ചന്ത. എന്നാണോ സമ്മേളനം നടക്കുന്നത് അതിൻ്റെ ഡേറ്റാണ് എഴുതേണ്ടത്. 6/10/2025. അതിന് താഴെയായിട്ട് അഭിസംബോധന ചെയ്യണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാന്യരെ, സഹോദരങ്ങളെ, എന്ത് വേണമെങ്കിലും എഴുതാം. അതിന് ശേഷം കോമ ഇടുക. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് സുഹൃത്തുക്കളെ എന്നാണ്. ഇനി കണ്ടൻറ്റ് ഉൾപ്പെടുത്തണം. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സ്ഥലം, ഡേറ്റ്, ടൈം എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. 1-ാം അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം 2025 ഒക്ടോബർ 6 ശനിയാഴ്ച രാവിലെ 5:30 ആലുമൂട് ചന്തയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം വളരെയധികം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അതിൻ്റെ ബാക്കി തന്നെയാണ്, പാരഗ്രാഫ് അല്ല കേട്ടോ. ഒരു പാരഗ്രാഫ് മതി. നോട്ടീസിന് ഒരു പാരഗ്രാഫ് മതി. പത്രവാർത്തയ്ക്ക് 2 പാരഗ്രാഫ് ആക്കാൻ ശ്രദ്ധിക്കണം. മനുഷ്യൻ ഉണരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും മേന്മകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഈ യോഗം വിളിച്ചു കൂട്ടുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ പഴം പച്ചക്കറി സുഹൃത്തുക്കളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് മത്തങ്ങ, സെക്രട്ടറി, അഖില ലോക പഴം പച്ചക്കറി സഭ. താഴെ സ്ഥലം, ഡേറ്റ് നമ്മൾ എന്നാണോ നോട്ടീസ് അയക്കുന്നത് ആ ഡേറ്റാണ് വേണ്ടത്. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുള്ളത് 2/10/2025. അതിൻ്റെ താഴെയായി ലാസ്റ്റ് കാര്യപരിപാടികൾ. സ്വാഗതം മുരിങ്ങാക്കായ്, അധ്യക്ഷൻ തണ്ണിമത്തൻ, ഉദ്ഘാടനം മാങ്ങ, മുഖ്യപ്രഭാഷണം കാന്താരി, ആശംസ വെണ്ട, നന്ദി. അതിന് മക്കളൊരു പച്ചക്കറിൻ്റെ പേര് എഴുതണം കേട്ടോ. എല്ലാം വേണം. സ്വാഗതം, അധ്യക്ഷൻ, ഉദ്ഘാടനം, മുഖ്യപ്രഭാഷണത്തിന് ആൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് നൽകണം, ആശംസ, നന്ദി. ഇതെല്ലാം വേണം. ഏതെങ്കിലും ഒരു പച്ചക്കറിൻ്റെ പേര് എഴുതിയാൽ മതി. 4-ലെ കായികോത്സവവുമായി ബന്ധപ്പെട്ട TV റിപ്പോർട്ട്, അതുപോലെ ദൃക്സാക്ഷി വിവരണം, ഒളിമ്പിക്സിലെ ദൃക്സാക്ഷി വിവരണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നൽകാം കേട്ടോ. LSSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. മക്കളതൊക്കെ പോയി കാണണം, നന്നായിട്ട് പഠിക്കണം. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.